എനിക്ക് ആ മമ്മു എന്ന് പറയുന്ന ചെറുക്കനില്ല, അവനുമായിട്ട് ഇനി ഞാൻ ശരിയാകത്തില്ല. എനിക്കവനെ വേണ്ട. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഷൊണ്ണയാണ് അവൻ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. എനിക്ക് അവനെ ഇഷ്ടമല്ല, ഞാൻ അവനെ അങ്ങ് തേക്കുക. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിയാകത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, എല്ലാം മോശം സ്വഭാവമുണ്ട്. ലൈക്ക് ഒന്നാമത്തെ കാര്യം കയ്യിൽ ഒരു രൂപയില്ല. എനിക്ക് പൈസ ഇല്ലാത്ത ആമ്പിള്ളേരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അവൻ്റെ കയ്യിൽ പൈസ എന്ന് പറയുന്നൊരു സാധനമില്ല. അഥവാ പൈസ ഉണ്ടെങ്കിൽ അത് ലൈക്ക് ആൻഡ് മദ്യപാനം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ശീലമാണ്. പിന്നെ കഞ്ചാവ്, വൃത്തികെട്ട ഒരു സംസ്കാരം ഇല്ലാത്തൊരു മാതിരി പ്രവൃത്തികളാണ് ഇതൊക്കെ. ഞാൻ ഒരുപാട് ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാമുകി എന്ന നിലയ്ക്ക് ഇത് ടോളറേറ്റബിൾ അല്ല. ഐ റിയലി കാൺ ടോളറേറ്റ് ലൈക്ക് ദിസ്. ഐ കാൺ ടേക്ക് ദിസ് എനിമോർ. ഐ വോണ്ട് ടു ടേക്ക് ഹിം. ഐ വോണ്ട് ടു ടേപ്പ്. ഐ വോണ്ട് ടു ടേപ്പ് ആൻഡ് ഹി ഡിസേർവ് ദാറ്റ്. എനിക്കിനി അവനോടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല. വൈദവേ, ഇന്ന് ഞാൻ പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഇയർഫോൺ എടുക്കരുതെന്ന് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ബ്ലൂടൂത്ത് സാമാനവും ഇയർപോഡ്സും ഒന്നും തീരെ ഇഷ്ടമല്ല. എനിക്ക് നോർമൽ നമ്മുടെ ഈ ഇയർഫോൺസാണ് എനിക്കിഷ്ടം. ഞാനിവൻ്റെ അടുത്തൊരു 900 വട്ടം പറഞ്ഞിട്ടുണ്ട്. അവൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ രാത്രി പോയി കിടക്കും. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇയർപോഡ്സ് എടുക്കരുത്, എൻ്റെ ഇയർപോഡ്സ് എടുക്കരുത്, എൻ്റെ ഇയർഫോൺസ് എടുക്കരുത്, എൻ്റെ ഇയർഫോൺസ് എടുക്കരുത്. എനിക്ക് 10 ദിവസം കഴിയുമ്പോൾ പരീക്ഷയാണ്. എനിക്ക് രാത്രിയാകുമ്പോൾ ഇന്ന് ഞാൻ രാത്രിയാണ് പഠിക്കാനിരിക്കുന്നത്. ഐ എം ഗോയിങ് ടു സ്റ്റഡി റൈറ്റ് നോ. ഐ ഹാവ് ടു സ്റ്റഡി ഓൾമോസ്റ്റ് 6 hours. ഐ ഹാവ് പ്രൊമിസ്ഡ് ടു മൈ ഐ ടെൽ അബൌട്ട് മമ്മു. വെയിറ്റ് ബട്ട് ബിഫോർ ദിസ് ലിസൺ ദിസ്. എനിക്കങ്ങ് കാലിപ്പം ചൊറിഞ്ഞങ്ങ്. അതായത് ഇതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ദേഷ്യം കയറി, എൻ്റെ വീട്ടിൽ ദേഷ്യം കയറട്ടെ. എനിക്ക് ദേഷ്യം കയറിയുമ്പോൾ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനൊരു ഇത് വരും. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഫാദറുമായിട്ട് ഹീസ് കൈൻഡ് ഓഫ് നർസിസ്റ്റ് ആൻഡ് ദേഷ്യപ്പെട്ടു. ഒരു ദിവസം കാലെടുത്ത് എന്ത് ഈ കാണിക്കുന്നവരൊക്കെ എടുത്ത് ചവിട്ടിയാണ്ട് എൻ്റെ കാല് ലൈക്ക് എല്ല് പൊട്ടിപ്പോയി. ആൻഡ് അവിടെ ലിഗമെൻസ് ഒക്കെ പൊട്ടിപ്പോയി. പിന്നെ കുറേ നാളത്തേക്ക് നടക്കാൻ പോലും രീതി പറ്റിയുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ ഐ കാൺ കൺട്രോൾ. ഐ വിൽ ടെൽ അബൌട്ട് മമ്മു. വെയിറ്റ്, ഐ വിൽ ടെൽ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് അബൌട്ട് ഹിം. എനിക്ക് അവനെ ഇഷ്ടമല്ല. എനിക്ക് വെറുപ്പാണ്. അവനെങ്ങ് വെറുത്തു പോയി. ലൈക്ക് ഒരു കാമുകി എന്ന് പറയുന്ന നിലയിൽ ഒരു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഫ്യൂ ഡേയ്സ് ആയിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് ഭയങ്കര ബാഡായിട്ടുള്ള മെസ്സേജാണ്. അതായത് ആ ഷെമീറുമായിട്ട് അവൻ കിടന്ന് എനിക്കിഷ്ടമല്ല നിന്നെ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഐ റിയലി ഹേറ്റ്. എന്നിട്ട് ഇത്ര കഴിവുള്ളതല്ല എനിക്ക്. അതിൻ്റെ അന്നേ പറഞ്ഞല്ലേ എൻ്റെ കൂടെ സ്ട്രീമിങ്ങിനോ അത് കണ്ട അവന്മാരെ ഷഡ്ഡിയൊക്കെ കഴുകാൻ നിൽക്കണോ. ഈ ലോകത്ത് നീ കഴുകേണ്ട ഷഡ്ഡി എൻ്റെ ഷഡ്ഡി മാത്രമാണ്. അത് ഒരു ഗേൾഫ്രണ്ട് എന്ന നിലയിൽ അതാരും ആഗ്രഹിച്ചു. എൻ്റെ ഷഡ്ഡി മാത്രം നീ കഴുകി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് ആ നിഹാദിൻ്റെ ഗേൾഫ്രണ്ട് പറഞ്ഞപ്പോൾ ആ നിഹാദിൻ്റെ ഷഡ്ഡിയൊക്കെ കഴുകിക്കൊടുത്ത് ദിസ് ഇസ് സോ അൺസഹിക്കബിൾ ആസ് എ ഗേൾഫ്രണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമൊന്നുമില്ല. എനിക്ക് ആളുകളൊക്കെ മെസ്സേജ് അയക്കുന്നത് നീ കുണ്ടനാന്ന് പറഞ്ഞിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നത്. ഐ കാൺ ലിവ് ലൈക്ക് ദിസ് എനിമോർ. ലിറ്ററലി ലൈക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ ലൈക്ക് എത്രയാണെന്ന് വെച്ചിട്ടാണ് സഹിക്കുക. അതുപോലെ തന്നെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവൻ്റെ കൂടെ കടന്നിട്ട് ലൈക്ക് ഞാൻ ഒരുപാട് മെസ്സേജ് അയക്കുമ്പോൾ അവൻ എന്നെ വേണ്ട. ഞാൻ പറയും നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം, ലെറ്റ്സ് ഗോ ഫോർ എൻ ഔട്ടിങ്. ഒരു ദിവസം അവൻ്റെ അടുത്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഒരു ദിവസം ലൈക്ക് ഐ ഹാവ് ബുക്ക് ടിക്കറ്റ് ഫോർ ലൈക്ക് കൊച്ചിയിൽ അവനുള്ള ടൈമിന്. അപ്പോൾ അവൻ എന്നോട് പറയണം അവൻ നാട്ടിലില്ലാന്ന്, അവൻ നാട്ടിൽ പോയിക്കാണ് നീ. എന്നിട്ട് നെക്സ്റ്റ് ഡേ നിഹാദായിട്ട് വീഡിയോ ഇട്ടു കൊച്ചിയിൽ. അപ്പം ഞാൻ ഇത് ഭയങ്കര ഹേർട്ട് ബ്രോക്കൺ. I don't know how can I survive without. I don't know really. അതെ, നേരെ ഇരിക്കോട്ടെ. Like I don't know how can I survive without him anymore. ഞാൻ ഇമോഷണലി ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ, എൻ്റെ ബ്രദർ, ഞാൻ പറയാം മമ്മൂനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. ലോകം അറിയട്ടെ, ഈ സത്യങ്ങളൊക്കെ അറിയട്ടെ. ഐ കാൺ ലിവ് വിത്തൗട്ട് ദിസ്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ, ഷാജഹാൻ മുംതാസിന് സ്വപ്നം കൊടുത്ത പോലൊക്കെ. ഐ തോട്ട് നമ്മുടെ പ്രണയം വാസ് ലൈക്ക് കാഞ്ചന മൊയ്തീൻ. അപ്പോൾ എൻ്റെ അനിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇയർഫോൺസ് എടുത്തുകൊണ്ട് പോരുന്നത്. സോ ഞാൻ ഇന്ന് ലൈക്ക് ഉറക്കത്തിൽ നിന്നിട്ടോ. ഞാൻ ഇപ്പോഴും ഉറക്കത്തിനുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് നൈറ്റ് അറ്റ് ഐ തിങ്ക് 10 or 11 ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം നോക്കണം എൻ്റെ ഇയർഫോൺസ്. എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടം ഇയർഫോൺസ്. ആ എനിക്ക് ലൈക്കോ എനിക്ക് നോർമൽ ഇയർഫോൺസിനെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ആൻഡ് ഐ വാസ് ലൈക്ക് വെർ ഇസ് മൈ ഇയർഫോൺസ്.
എണീറ്റത്തോ അത് കാണുന്നില്ല. എനിക്ക് എപ്പോഴും മനസ്സിലായില്ല അവൻ തട്ടിക്കൊണ്ട് പോയതാണ്. അവൻ ഇന്നെ പോലെ ഈ ഇയർഫോൺസ് കുറച്ച് ഇഷ്ടമാണ്. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ ഇയർഫോൺസ് ഈ വാങ്ങിച്ചൂടെ. എൻ്റെ ഇയർഫോൺസ് അന്നോന് വേണം. എന്നിട്ട് അത് ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇന്ന് രാത്രി ഞാൻ എന്ത് യൂസ് എനിക്ക് പഠിക്കാൻ തന്നെ പാട്ടൊക്കെ ഞാൻ എന്ത് യൂസ് ആക്കുക. ഞാൻ പിന്നെ ഇവിടെ ഇരുന്നൊരു ബ്ലൂടൂത്ത് ഇത് സാമാനം എടുത്തോണ്ട് പക്ഷേ എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല, ഇടയ്ക്ക് ഡിസ്കണക്ട് ആവും. പിന്നെ വേറൊരു ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഫിംഗർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഫിംഗറാണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നീ തീർന്നടാ. രാത്രി എനിക്ക് ഞാൻ ഇതിന് മുമ്പുണ്ടല്ലോ കുറേ ദിവസം ഇയർഫോൺസ് രാത്രികളും തപ്പുക. എൻ്റെ പല സൈറ്റുകളും ഓണാക്കി വെച്ചിട്ട് അപ്പം എനിക്ക് സീരിയസ് മമ്മൂൻ്റെ കാര്യം പറയാം. അവിടെ നിൽക്കും ഓനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഓൻ ഷഡ്ഡി എടുക്കാൻ ടൈമുണ്ട്. കൂലി പോലും കൊടുക്കാണ്ട് ഓൻ ഷഡ്ഡി എടുക്കാൻ ടൈമുണ്ട്. എൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്ന ടൈമിൽ ഞാൻ ലാസ്റ്റായിട്ട് ഓന് മെസ്സേജ് ആക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ മെസ്സേജ് ആക്കിയപ്പോൾ ഓൻ പറഞ്ഞത് ഇന്ന തൊപ്പീൻ്റെ മുന്നിൽ എന്താ ഈ തെറി വിളിച്ചത്. ഒരു കാമുകീന്ന് നിറഞ്ഞ നിലയിൽ ലൈക്ക് ഐ ഹാവ് ഫേസ്ഡ്. ഇന്നലെ തൊട്ട് ഞാൻ ഭയങ്കര സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യുക. നിന്നെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ. ആളുകൾ വന്നിട്ട് എന്നോട് പറയുക അവൻ കുണ്ടനാടി നിന്നെ ചതിച്ചടി നോക്കെ. ലൈക്ക് ലിറ്ററലി എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് കമൻസൊക്കെ കാണുമ്പോൾ ടെക്സ്റ്റ് ഓരോരുത്തന്മാരൊക്കെ എന്നെ എന്നിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനൊരു സ്റ്റോറി വരെ ഇട്ടു. ലൈക്ക് ദിസ് ഇസ് ബാഡ്, ലൈക്ക് തൊപ്പി കാണിച്ചത് ബാഡായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ തൊപ്പീൻ്റെ കുറേ ഫാൻസ് കൂടെ അൺഫോളോ ചെയ്തു. തൊപ്പീൻ്റെ ഫാൻസ് അൺഫോളോ ചെയ്താൽ എനിക്ക് വെറും മാഞ്ചിഫറ ഇന്ത്യക്കാണ്. വെറും മാഞ്ചിഫറ ഇന്ത്യക്ക് ചെയ്യുന്നു. സോ സംഗതി ഇപ്പം ഞാൻ നല്ല ദേഷ്യത്തിലാട്ടോ. കാരണം എൻ്റെ ഫോൺ സീരിയസ് നോട്ട്. അപ്പോൾ എനിക്കത് നല്ല ദേഷ്യം. ഇപ്പോൾ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു കാര്യം ചെയ്യും, ഡോക്യുമെൻറ്റ് യുവർ ലൈഫ് വെൻ യു ഡോക്യുമെൻറ്റ് യുവർ ലൈഫ്. മമ്മൂൻ്റെ കാര്യം ഇങ്ങനെ ഓർമ്മ വരും. അവനെ അങ്ങ് പിഴപ്പിച്ച് കളഞ്ഞ ചെറുക്ക്. ആ ലൗലൂലിക്കാൻ പോലെ മുഖമുള്ള ചെക്കനായിരുന്നു. അവനെ ലൈക്ക് ആൽക്കഹോൾ കൊടുത്തും ഡ്രഗ്സ് കൊടുത്തും അങ്ങ് നശിപ്പിച്ചു ആ നിഹാദ്. എനിക്ക് ആ ജാസി എന്ന് പറഞ്ഞ അവനോടാണ് സംസാരിക്കേണ്ടത്. ലൈക്ക് നിനക്കെങ്കിലും ഒന്ന് ഉപദേശിച്ചുകൂടായിരുന്നു. ലൈക്ക് നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവനെ കാത്തിട്ട് ഒരു പെണ്ണ്. എന്തിനാ ചിരിക്കണേ? ചിരിക്കാൻ മാത്രം എന്തെങ്കിലും പറഞ്ഞോ? ചിരിക്കാൻ മാത്രം ഒരാൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ എന്തിനാ ചിരിക്കണേ? നോക്കിക്കേ. അപ്പോൾ ഓനോ ലൈക്ക് കാഞ്ചന മൊയ്തീനെ കാത്തിരിക്കണ മാതിരി ഒരു പെണ്ണ് ഇവിടെ ഉണ്ട്. ജാസിക്ക് ഇങ്ങനെ പറയാം. ആ കൂട്ടത്തിൽ കുറച്ച് മെനയുള്ളത് ജാസിയാണ്. കൂട്ടത്തിൽ കുറച്ച് മെനയുള്ളത് ജാസിയാണ്. ആൽക്കഹോൾ കൺസപ്ഷൻ ഇല്ല, ഡ്രഗ്സ് കൺസപ്ഷൻ ഇല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓൻ്റെ വാദം പറയുന്നില്ല. എന്നാലും എനിക്ക് ഡിഗ്രി ഉണ്ടെന്ന് എന്തിനാണ് പറയുന്നത്? കുറേ ആൾക്കത് ഓക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ആസ് എ ഹൈപ്പർ ആക്റ്റീവ് പേഴ്സൺ ഐ സെഡ് ടു മൈസെൽഫ് ഓക്കെ ഗോ ഐ ഷാൽ ടോക്ക് ടു സമ്മൺ. അപ്പോൾ എന്നോട് സംസാരിക്കേണ്ടവനല്ലേ? വല്ലവൻ്റെ ഷഡ്ഡി കീറ്റി കള്ളും കഞ്ചാവും വിട്ട് ഇപ്പോൾ ഓൻ്റെ പുറകെ നടക്കുകയാണ് ഓനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം കാര്യമൊക്കെ എനിക്ക് ജീവിച്ചൂടെ? എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്ര മമ്മു? ഞാൻ അന്ന് എന്നോട് പറഞ്ഞതാണ് ഈ മര്യാദയ്ക്ക് +1 +2 പഠിക്കും, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചു തരാം. ഒരു ഫീസ് അത് ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആവും. ഞാൻ പഠിപ്പിച്ചു തരാം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങോട്ട് പെരുത്ത് കയറണം. ഇപ്പോൾ കണ്ടോ എൻ്റെ ഷഡ്ഡി കലക്കേണ്ടി വരും. അതായത് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ കണ്ടോൻ്റെ ഷഡ്ഡി കലക്കേണ്ടി വരും മമ്മു. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഞാൻ അങ്ങനെ ആർക്കും ഫീസ് ഇല്ലാതെ ട്യൂഷൻ എടുത്ത് കൊടുക്കാറില്ല. എനിക്ക് ഇന്നമാതിരി അറിയാഞ്ഞിട്ടാണ്. ഇന്നമാതിരി ഒരു ടീച്ചറിനെ എനിക്ക് കിട്ടൂല. ഓക്കെ. അപ്പം ലൈക്ക് ഐ വാസ് റിയലി ആംഗ്രി. സെറ്റ് ടു മൈസെൽഫ് ടോക്ക് ചെയ്യും, എനർജി സ്പെൻഡ് ചെയ്യും. കാരണം ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. എനിക്ക് എങ്ങനെയും എനർജി സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ സോ റൈറ്റ് നൗ ഐ എം ഫീലിംഗ് സോ ഗുഡ്. അപ്പം ഞാൻ എന്താണെന്നറിയാവോ? ഞാൻ അവനിൽ പ്രതിഷേധിച്ച് ഈ തൊപ്പിനോട് ഭയങ്കര ദേഷ്യമുണ്ട്. എനിക്ക് തൊപ്പിനോട് ഭയങ്കര ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിൽ ഞാൻ എൻ്റെ ബ്രദറിനോട് അങ്ങോട്ട് ക്ഷമിക്കുകയാണ്. ഓക്കെ, അവൻ കുഞ്ഞല്ലേ? കുഞ്ഞാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ +1 പഠിക്കുന്ന കുഞ്ഞ്. അവൻ സ്റ്റിൽ കുഞ്ഞാണ്. ഹീസ് മൈ കുഞ്ഞ് ഫോർ മീ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമിക്കുകയാണ് അവൻ ഇയർഫോൺസ് എടുത്തതിൽ. ഇനി ഈ ഇയർഫോൺസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഞാൻ നശിപ്പിക്കില്ല. ആൻഡ് അബൌട്ട് മമ്മൂനോട് എനിക്ക് പറയാനുള്ളത് എനിക്കുണ്ടല്ലോ, ഞാൻ മനസ്സ് മരവിച്ചു പോയി ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ കണ്ടപ്പോൾ. ലൈക്ക് നിനക്ക് നാണമുണ്ടോ മമ്മു ഇങ്ങനെ വെള്ളം അടിച്ചും കഞ്ചാവ് അടിച്ചും ഇങ്ങനെ? ഡു യു തിങ്ക് ദാറ്റ്സ് കൂൾ? അതായത് ഇങ്ങനെ കഞ്ചാവ് അടിക്കണതും ഭയങ്കര കൂളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിനക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട് മമ്മു. ലെറ്റ് മീ ടെൽ യു ആസ് ആൻ എക്സ് ഗേൾ ഫ്രണ്ട്. എന്നാൽ അങ്ങനെ
എനിക്ക് പറയാനുണ്ട്, ഈ ഉണ്ടല്ലോ, ഈ ഒരു അലവലാതിയാണ്, ഈ ഒരു അലവലാതിയാണ്. ആ കൂട്ടത്തിൽ കുറച്ച് മാന്യതയുള്ളത് നിങ്ങളുടെ ജാസിക്ക് മാത്രം. ബാക്കി നിന്നോട് നടക്കുന്ന ഷമീർ അതിനപ്പുറം അലവലാതി, അവന് അതിനപ്പുറം വഴുതിട്ടിരിക്കുന്നവനാണ്. എൻ്റെ വിചാരം എന്താണ്, ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടും സ്മോക്ക് ചെയ്തിട്ടും ഒക്കെ നടക്കേണ്ടത് ഭയങ്കര മാസാണെന്നുള്ളൊരു വിചാരം നിനക്കുണ്ട്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്നെ നേരിട്ട് കിട്ടുന്ന മോന്തക്ക് നോക്കിയിട്ടാണ് പൊട്ടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡു യു തിങ്ക് ദാറ്റ് സ്കൂൾ, ദാറ്റ് ഇങ്ങനെ കഞ്ചാവിലേക്ക് എടാ ഞാൻ ഇന്ന് കഞ്ചാവ് അടിച്ചോ, ഇന്ന് വെള്ളം അടിച്ച് ട്രൈ ചെയ്തോളാം. ഡു യു തിങ്ക് ദാറ്റ് സ്കൂൾ? നോ, ദ കൂൾ തിങ് ഈസ് ദാറ്റ് ബീങ് പ്രൊഡക്റ്റീവ്. ആ ഫസ്മിനെ കണ്ടോ, ഫസ്മിനെ ഡെയിലി റുട്ടീൻ കണ്ടോ, വാട്ട് എവർ ഇറ്റ് ഈസ്, പുള്ളിക്കാരി അതത്ര കൂളായിട്ടൊന്നും കാണില്ല. ഐ ഡോണ്ട് നോ വെദർ ഷീ യൂസ് ഡാറ്റ് ഓർ നോട്ട്, ബട്ട് ഷീ ഡോണ്ട് തിങ്സ് ദാറ്റ്സ് കൂൾ. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് ഷീ ഹൈഡ് ദാറ്റ് ഫ്രം പബ്ലിക്. നീയൊന്നും അങ്ങനെയല്ല, പബ്ലിക്കിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് നീ കാണിച്ചതെന്ന് ഓർമ്മയുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നിൻ്റെ വേർബലായിട്ട് നീ ബാഡ് ടോക്ക് ചെയ്യണതൊന്നും, അറ്റ്ലീസ്റ്റ് ഒരു കൾച്ചറില്ലാത്ത മാതിരി പെരുമാറുന്നത്. നിൻ്റെ സത്യം പറഞ്ഞാൽ ഓനും നിഹാദ് എന്ന് മാത്രം പറയില്ല, ആ നിഹാദിൻ്റെ കൂടെ എടുക്കുന്ന ഷമീർ എന്ന് പറഞ്ഞ ചെക്കനാണ്, അഴുക ചെക്കനാണ്. എന്താണത്? ഓനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടാണോ നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഓന് ചെയ്യണത്? ഇൻ്റെ എങ്ങാനും ബോയ് ഫ്രണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അവനെ ഞാൻ ചമ്മന്തി പിഴിയണം മാതിരി പിഴിയും. വെറൈറ്റി കേട്ടവന്മാർ ഇത്രേ ഉള്ളൂ. MRC ഗ്യാങ് എന്ന് എന്താണെന്നറിയോ, കുറേ വൃത്തി കേട്ടവന്മാർ ഒരു അവന്മാരുടെ ഒരുത്തൻ്റെ ഒരു പൈസ ഉണ്ടായിപ്പോയി. അപ്പോൾ അവന്മാരെല്ലാവരും കൂടി ഒരു റൂം എടുത്തിട്ട് അതിനകത്ത് കുലുക്കി സർബത്തടി തൂണിയില്ലാണ്ട് നിന്നവളടി ഇതന്നെ. ആൻഡ് ദേ തിങ്സ് ദാറ്റ് സ്കൂൾ. അതായത് ഇങ്ങനെ വൃത്തികെട്ട മാതിരി നടക്കണ അതിൻ്റെ ലീഡർ ഉണ്ടല്ലോ MRC, അവനെ ഞാൻ കഴിഞ്ഞ വർഷം നോട്ടം വിട്ടതാണ്. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, നിങ്ങൾ ഇനി കരഞ്ഞ് പിഴിഞ്ഞ് നിങ്ങൾ ഒന്നാവുക എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അഴുക്കാണ്. MRC ഗ്യാങ്ങിലെ മമ്മു എന്ന് പറയുന്ന ചെക്കൻ അഴുക്കയോടഴുക്കാം. നീ അഴുക്കയാടാ, നീ അഴുക്കയാടാ, നീ ഗതി പിടിക്കത്തില്ലടാ. എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടീനെ നീ വിഷമിച്ചടാ. എനിക്ക് ഇത്ര DMs ആണ് കിട്ടണേന്നറിയോ. അതായത് ഈ ജോണിൻ്റെ കാമുകലോ കുണ്ടനാണ്, എന്നെ തേച്ചിട്ട് എന്നെ ചതിച്ചു, ഇതാ ഒരു ചെക്കൻ്റെ മുന്നിൽ കിടന്നിട്ട് ഓൻ കാണിക്കേണ്ടത് കൊണ്ട് ഒരു ചെക്കൻ തുണിയില്ലാണ്ട് കിടക്കുമ്പോൾ ഓൻ അടുത്തിരുന്നിട്ട് എൻജോയ് ചെയ്യുക. അതായത് ഇന്ന ഞാൻ ഒരു മെസ്സേജ് അയച്ച പോലെ ഈ എന്നെ എടുക്കാഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് സെൻഡ് ചെയ്ത മെസ്സേജ് ഈ കണ്ടിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ലവ് ചിഹ്നെങ്കിലും തരാലോ, അത് തരില്ല. യു കാൺ ഗിവ് മീ എ ലവ് ചിഹ്നം. ആൻഡ് എന്നിട്ട് ആ തുണിയില്ലാത്ത ഷമീറിനെ എന്താ ആസ്വദിക്കണം, ഓൻ കളിക്കണം, നിങ്ങൾ ആസ്വദിക്കണം. ഓഫ്, എനിക്ക് നല്ലൊരു ബന്ധമായിട്ട് ഇനി കാണാൻ കഴിയില്ല. വാട്ട് എവർ ദ ബന്ധം ഇസ്, വാട്ട് എവർ ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനർജി, ഐ കാൺട്ട് സീ യു ആസ് ദിസ്. ഐ കാൺട്ട് സീ യു ആസ് ദ സെയിം പേഴ്സൺ എനിമോർ. ഇത് കുറച്ചാൾ കഴിയുമ്പോൾ തണുക്കും. ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ഈ ഒരു ഡിസ്കഷൻസ് ഒക്കെ തണുക്കും. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ടല്ലോ, അതങ്ങോട്ട് തണുക്കാൻ പോകുന്നില്ല. ഓക്കെ ഗൈസ്, എനിക്ക് പഠിക്കാൻ സമയമായി. വഴി വഴിക്കേണ്ടവർക്ക് വഴി വിളിച്ച് നശിക്കട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒത്തിരി എനർജി സ്പെൻഡായി, ഇത്രയും എനർജി സ്പെൻഡ് ആക്കണ്ടായിരുന്നു. ഗുഡ് നൈറ്റ്.